എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ടർട്ടില് അവന് വേറെ വഴിയില്ലാതെ ലൂഫിയെയും ട്രഫാൽഗർ ലോയും അട്ടിച്ച് തെറിപ്പിച്ച് അവൻ കടലിലേക്ക് ഇട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഒരുപാട് സങ്കടത്തില് പൊട്ടിക്കരയും. അത് കണ്ട് ആ വില്ലൻ അവൻ കൈയടിച്ച് ചിരിക്കുകയാണ്. വാവ്, മനോഹരമായിരിക്കുന്നു. നിന്റെ കൈകൾ കൊണ്ട് തന്നെ നീ അവറ്റകളെ രണ്ടിനെയും പൊട്ടിച്ച് തെറിപ്പിച്ചു അല്ലേ. സത്യത്തില് നിന്റെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. ടർട്ടിലാണെങ്കിൽ അതിന്റെ കൺട്രോൾ പോവും. ഇതങ്ങനെ എടുത്ത് ചാടി വന്ന് ഇപ്പൊ ആ വില്ലനെ ഇടിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ക്ലോസ് എത്തേണ്ട താമസം ആ വില്ലനാണെങ്കിൽ സ്റ്റോപ്പ് പറഞ്ഞ് ടർട്ടിലിനെ താഴെയിടും. നിനക്കൊട്ടും അനുസരണയില്ല, അനുസരണ നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ കാല് വെച്ച് ആ ടർട്ടിലിനെ ചവിട്ടി അരയ്ക്കാണ്. ചോപ്പർ ആണെങ്കിൽ അവനോട് നിർത്താനായിട്ട് പറയും. അത് കണ്ട് ആ വില്ലൻ അവൻ ചോപ്പറിന്റെ അടുത്തേക്ക് വന്ന് അവനെ തൂക്കിയെടുക്കും. എന്തുപറ്റി, നീ ഇതൊക്കെ കണ്ടു പേടിച്ചു പോയോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ എന്റെ സ്വന്തം പെറ്റല്ലേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ കൂടെ നിനക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്ന് ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും. ചോപ്പറിനാണെങ്കിൽ ഇതെല്ലാം കേട്ട് കൺട്രോൾ പോവും. അവൻ കൈ നീട്ടി അവന്റെ മുഖത്ത് ആഞ്ഞൊരടി. വില്ലനാണെങ്കിൽ അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും ആരുടെയും പെറ്റാവില്ല എന്ന്. ഞാനൊരു പൈററ്റാണ്. എന്റെ ക്യാപ്റ്റൻ സാക്ഷാൽ ലൂഫിയാണ്. അവൻ പറയുന്നത് കാര്യങ്ങൾ മാത്രമേ ഞാൻ കേൾക്കൂ. മറ്റാരെയും ഞാൻ അനുസരിക്കില്ല, കേൾക്കില്ല. ഈ ബേർഡായി ഈ കടലിലൂടെ ഒരു പൈററ്റായി അലഞ്ഞു നടക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ടീമിൽ ചേർന്നത് പോലും. വില്ലനാണെങ്കിൽ ഫുൾ കലിപ്പില്, നീ അത് കണ്ടില്ലേ, അവർ രണ്ടുപേരെയും ഞാൻ കടലിലേക്ക് തൂക്കി എറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് ആ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. സോ അവരെ കൊണ്ട് ഇനി രക്ഷപ്പെട്ടു വരാനാവില്ല. നീ ഇനി മുതൽ എന്റെ പെറ്റായിട്ട് ഇവിടെ കഴിയും. പക്ഷെ അതിനു മുൻപ് നീ ഒരല്പം മര്യാദ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചോപ്പറിനെ തൂക്കിയെടുത്ത് അവൻ നിലത്താഞ്ഞ് അടിക്കും. ആ ഒരു അടിയില് ചോപ്പർ തെറിച്ചുപോയി വീഴുകയാണ്. അവൻ അവന്റെ ചാട്ട എടുത്ത് വീണ്ടും വീണ്ടും അവന്റെ ദേഷ്യം അടങ്ങുന്നത് വരെ ചോപ്പറിനെ തല്ലിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ആ റാബിറ്റ്സിനോട് ഇപ്പൊ ചോപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ പറയാണ്. വേറെ വഴിയില്ലാതെ അവറ്റകളെല്ലാം തന്നെ എടുത്തു ചാടി ഇപ്പൊ ചോപ്പറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ ക്ലോസ് എത്തും. ചോപ്പർ ആണെങ്കിൽ ഓൾറെഡി അവരൊക്കെ നഷ്ടപ്പെട്ട് ടയേർഡാണ്. മാത്രമല്ല അവനിപ്പോ ആരോഗ്യമില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൻ പകച്ചു നിൽക്കുമ്പോഴായിരിക്കും ഒരു വലിയ പഞ്ച് വന്ന് ആ റാബിറ്റ്സുകളെ എല്ലാം ഇടിച്ച് ഇപ്പൊ ദൂരേക്ക് തെറിപ്പിക്കുക. അവരത് ആരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കഥാനായകൻ ലൂഫിയും ട്രഫാൽഗർ-ലോയും. അവരുടെ കൂടെ തന്നെ ആ സീസറും ഉണ്ട്. അവിടെയുള്ളവർക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവരങ്ങനെ വണ്ടടിച്ച് നിൽക്കും. ലൂഫി ആണെങ്കിൽ ആ റാബിറ്റ്സിനെ തട്ടിയിട്ട് പറയും, സോറി, നിങ്ങൾ അടിക്കേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഒരല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഇപ്പൊ വില്ലനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. വില്ലനാണെങ്കിൽ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. നിങ്ങളെങ്ങനെ ഇവിടേക്ക് ജീവനോടുകൂടെ വന്നു? ഇവിടെ എന്താ സംഭവിക്കണേ? നിങ്ങൾക്ക് കിട്ടിയതൊന്നും മതിയായില്ലല്ലേ? നായയെ പോലെ എന്റെ മുൻപിൽ മുട്ടുകുത്തിയിരിക്കെ അവൻ കമാൻഡ് ചെയ്യും. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ്. അവന് വീണ്ടും ഡബിൾ ഷോക്കാവും. അപ്പോഴായിരിക്കും ട്രഫാൽഗർ-ലോ അവന്റെ ചെവിയിൽ വെച്ചിരുന്ന ഒരു ചെറിയ കോർക്കെടുത്ത് കാണിക്കുക. ഞാൻ ഓൾറെഡി നിന്റെ ട്രിക്ക് കണ്ടുപിടിച്ചു. ഈ ഒരു ബെൽറ്റ് അത് നീ കഴുത്തിലിട്ടാലും നീ പറയുന്ന കമാൻഡ് അത് കേട്ടെങ്കിലും മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇത് ഞാൻ ആ സെല്ലിൽ കിടന്നപ്പോഴേ കണ്ടുപിടിച്ചതാണ്. നിന്റെ കമാൻഡ് അതെല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് നീ ഈ സെല്ല് നിറയെ ഒരുപാട് സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തത് പോലും. നിന്റെ പ്ലാൻ ഇനി ഒന്നും തന്നെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല എന്ന് ട്രഫാൽഗർ-ലോ തീർത്തു പറയും. വില്ലനാണെങ്കിൽ ചത്താ മതിന്നാവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ കപ്പൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയം ട്രഫാൽഗർ-ലോ അവന്റെ പവർ ഉപയോഗിച്ച് അവർ രണ്ടുപേരെയും ടെലിപ്പോർട്ട് ചെയ്ത് ിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നിരുന്നു. അവർക്ക് പകരം 2 വലിയ കല്ലുകളെയാണ് അവർ കടലിലേക്ക് ഇട്ടത്. അവർ രക്ഷപ്പെട്ട് നിൽക്കുന്ന ആ ഗ്യാപ്പിലാണ് സീസർ അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നത് അവർ കണ്ടത്. അവനെ തൂക്കിയെടുത്ത് അവരിപ്പോ കപ്പലിലേക്ക് തിരികെ വന്നു. നമ്മുടെ ആൾക്കാർ സ്റ്റോറി പറയുന്ന ആ ഒരു ഗ്യാപ്പില് വില്ലൻ അവൻ അവിടുത്തെ ലൈറ്റ്സ് മുഴുവൻ ഓഫ് ചെയ്ത് ഇപ്പൊ അവന്റെ പവറുമായിട്ട് അവരുടെ മുൻപിലേക്ക് വരികയാണ്. എന്നെക്കുറിച്ച് നിങ്ങൾ വളരെ കുറച്ചിലായിട്ട് വിചാരിച്ചല്ലേ? എനിക്ക് അത്രയും ബുദ്ധിയില്ലെന്നാണോ നിങ്ങൾ കരുതിയത്? എന്റെ പവർ അത് ശരിക്കും എന്താണെന്ന് നിങ്ങൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ അധികം വൈകാതെ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആ പച്ച കളറിലുള്ള സ്ലൈം അത് ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ പവർ വെച്ച് അവന്റെ കഴുത്തിൽ തന്നെ ഒരു ബെൽറ്റ് ഇടും. അതിനുശേഷം അവന്റെ പവർ അത് 10 മടങ്ങാക്കി ആ മൊയിലുകളെ എല്ലാം തൂക്കിയെടുത്ത് നമ്മുടെ ആൾക്കാർക്ക് നേരെ വലിച്ചെറിയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവന്റെ അറ്റാക്കിൽ നിന്ന് ഓരോന്നിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അവൻ ആ സീ റാബിറ്റ്സിനെ ഉപയോഗിച്ച് അടിക്കുന്നത് കാണുമ്പോൾ ചോപ്പറിനും ലൂഫിക്കും എന്തിന് ആ ടർട്ടിലിന് പോലും ഒത്തിരി വിഷമാവും. ടർട്ടിലാണെങ്കിൽ തീർത്തു പറയും, നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇനി ഒരിക്കലും ഞങ്ങൾ നിന്റെ അടിമകളല്ല. ഞങ്ങൾ ഇനി ഒരു കാരണവശാലും നിന്റെ ടീംമേറ്റ്സ്
ദാസരായിട്ടോ അടിമകളായിട്ടോ നിൽക്കാൻ തയ്യാറല്ല എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ആ റാബിറ്റ്സ് എല്ലാം തന്നെ ഇപ്പൊ ആ വില്ലനെ റൗണ്ട് ചെയ്യാണ്. അവരാണെങ്കിൽ ആ വില്ലനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചാടി ചാടി നിൽക്കും. വില്ലനാണെങ്കിൽ അതിപ്പോ സഹിക്കാൻ പറ്റില്ല. അവന്റെ ടീംമേറ്റ്സ് തന്നെ അവനെതിരായിരിക്കുകയാണ്. ഇനി എന്നെ കൊണ്ട് ക്ഷമിക്കാനാവില്ല, ഞാൻ ഇനി ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പോ ഒരു ടർട്ടിലിനെ പിടിച്ചു വലിച്ച് നല്ല ഫോഴ്സിൽ വട്ടം കറക്കുകയാണ്. അവൻ ആക്ച്വലി സ്ട്രെയിറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യില്ല. അവന്റെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ആളുകളെയോ മൃഗങ്ങളെയോ ഒക്കെ വെച്ചായിരിക്കും അവൻ അറ്റാക്ക് ചെയ്യുക. അവൻ ആ മൊയലിനെ കറക്കുന്നത് കാണുമ്പോൾ ലൂഫിയുടെ കൺട്രോൾ പോവും. അവൻ ആ ടർട്ടിലിനെ നോക്കും. ടർട്ടിൽ പറയും, ഞാൻ തയ്യാറാണ്, നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അവരിപ്പോ അവനെ ഇട്ടിക്കാനായിട്ട് തയ്യാറാവും. ഒരുപാട് നേരമായിട്ട് കറങ്ങിക്കൊണ്ടിരുന്ന അവൻ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അങ്ങനെ സ്റ്റോപ്പ് ആവുകയാണ്. ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അവന്റെ ഓരോ കൈകളിലും കാലുകളിലും ആ റാബിറ്റ്സ് എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊടഞ്ഞും വലിച്ചെറിഞ്ഞും അവറ്റകളുടെ പിടി അത് വിടുവിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആ സമയം നമ്മുടെ ടർട്ടിലും ലൂഫിയും അവർ രണ്ടുപേരും കൈ ചുരുട്ടി അങ്ങനെ പാഞ്ഞു വന്ന് അവന്റെ വയറ്റിൽ തന്നെ ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവൻ തെറിച്ചു പോയി അടിച്ചു വീഴും. അവൻ തെറിച്ചു പോകേണ്ട താമസം നമ്മുടെ ആൾക്കാരുടെയും ആ പെറ്റ്സിന്റെ എല്ലാം കഴുത്തിലുണ്ടായിരുന്ന പച്ച ബെൽറ്റ് അതങ്ങനെ ഇൻവിസിബിൾ ആവുകയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാരും ആ ടർട്ടിലും റാബിറ്റ്സും എല്ലാവരും തന്നെ അവന്റെ പിടിയിൽ നിന്ന് മോചിക്കപ്പെട്ടു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ഡോഫ്ലെമിംഗോ അവൻ എവിടുന്നെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് അവിടെ മുഴുവൻ ചുറ്റും നോക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് വലിയൊരു തെര അതങ്ങനെ ഇരച്ചു കയറി വരുന്നതായിട്ട് കാണും. അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ആൾക്കാരുടെ കൂടെ തന്നെ ആ റാബിറ്റ്സും ടർട്ടിലും എല്ലാം ഉണ്ട്. അവറ്റകൾ എല്ലാവരും ചേർന്ന് നമ്മുടെ ആൾക്കാരെ ആ ഡെസ്റോസ ഐലാൻഡിന്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവർക്ക് ടാറ്റാ ബൈബൈ ഒക്കെ കൊടുക്കും. ലൂഫി ചോദിക്കും, നിങ്ങൾ വീണ്ടും അലപ്പസ്റ്റയിലേക്ക് തിരികെ പോവാണോ? അതിനാ ടർട്ടിൽ ശരിക്കും, ഞങ്ങൾ ഇത്രയും വേഗം അവിടേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങളിപ്പോ സീ മോൺസ്റ്റർ പൈററ്റ്സ് ആണ്. സോ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനും സെയിൽ ചെയ്യാനും ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങളും ഞങ്ങളുടെ യാത്ര തുടരാൻ പോവാണ്. ടർട്ടിൽ പയ്യനും ലൂഫിയും അവർ രണ്ടുപേരും ഒരു തംസപ്പ് ഒക്കെ അടിച്ച് രണ്ട് ദിശയിലേക്ക് പോവും. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ ഒരു ഷോക്കിംഗ് ന്യൂസ് അവർ വായിക്കും. മറ്റൊന്നുമല്ല, ആ ഡോഫ്ലെമിംഗോ അവൻ ആ വാർലോഡ് പദവി അത് റിസൈൻ ചെയ്തു എന്നായിരിക്കും ന്യൂസിലുണ്ടാവുക. അത് മാത്രമല്ല, ടെസ്റോസയുടെ കിങ് എന്നുള്ള പദവിയിൽ നിന്നും അവൻ ഒഴിഞ്ഞിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ആ ന്യൂസ് പേപ്പർ നോക്കി പൊട്ടിച്ചിരിക്കും. കാരണം ആ ന്യൂസ് പേപ്പറിൽ ലൂഫിയുടെയും ട്രഫാൽഗർ ലോയുടെയും ന്യൂസ് വന്നിട്ടുണ്ട്. ട്രഫാൽഗർ ലോ ആണെങ്കിൽ ആ ന്യൂസ് വായിച്ച് ഞെട്ടും. മറ്റൊന്നുമല്ല, ലൂഫിയും ട്രഫാൽഗർ ലോയും ഒന്നിച്ചു എന്നായിരിക്കും ആ ന്യൂസ്. നേവി വാർലോഡ് ആയിട്ടുള്ള ട്രഫാൽഗർ ലോ ലൂഫിയായി ഒന്നിച്ചു എന്ന് പുറം ലോകം അറിഞ്ഞ അത് ട്രഫാൽഗർ ലോയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ന്യൂ വേൾഡിലുള്ള ഓരോ പൈററ്റ്സും ആ ന്യൂസ് വായിച്ച് ഞെട്ടുകയാണ്. അതിലും വലിയൊരു ഷോക്കിംഗ് ന്യൂസ്, ആ ക്യാപ്റ്റൻ യൂസ്റ്റസ് കിഡ്, അബ്ബു, ആ ഹോക്കിങ്സ് അവര് 3 പേരും ഒറ്റ ടീമായി എന്നതായിരിക്കും ആ ഒരു വാർത്ത. അപ്പൊ തീർച്ചയായിട്ടും ന്യൂ വേൾഡിൽ കാര്യമായി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്ന് അവർ ഉറപ്പിക്കും. നമ്മുടെ ആൾക്കാരുടെ ഒരേ ഒരു ലക്ഷ്യം ഇപ്പോ ആ ഡോഫ്ലെമിംഗോ മാത്രമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡോഫ്ലെമിംഗോയുടെ ഐലാൻഡിലുള്ള എല്ലാവരും ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. കിങ് ഡോഫ്ലെമിംഗോ, നിങ്ങൾ എന്തിനാ ഞങ്ങളോടത് ചെയ്തത്? നിങ്ങൾ ഞങ്ങളുടെ കിങ് അല്ലേ? ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നു. ഞങ്ങൾക്ക് നിങ്ങളോട് അത്രയധികം സ്നേഹമുണ്ട്. ഡോഫ്ലെമിംഗോ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു റിപ്ലൈയും പറയാതെ ട്രഫാൽഗർ ലോയുടെ ആ ഒരു സ്നെയിലെടുത്ത് അവനെ കോണ്ടാക്ട് ചെയ്യും. ട്രഫാൽഗർ ലോ അവൻ കോൾ അറ്റൻഡ് ചെയ്യേണ്ട താമസം ഡോഫ്ലെമിംഗോ പറയും, നീ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നീ നിന്റെ വാക്ക് അത് പാലിക്കണം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.